ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭകർക്കെതിരെയുള്ള ഭരണകൂടത്തിന്റെ ക്രൂരമായ നടപടികൾക്ക് മറുപടിയായി മിഡിൽ ഈസ്റ്റിലേക്ക് അമേരിക്കയുടെ കൂറ്റൻ യുദ്ധക്കപ്പൽ വ്യൂഹമായ അർമാഡയെ അയക്കാൻ ഉത്തരവിട്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്ത ശേഷം മടങ്ങവെയാണ് ട്രംപ് ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ കരുത്തുറ്റ നാവിക വ്യൂഹം ഇറാൻ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. വളരെ വലിയൊരു സന്നാഹമാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇത് ഉപയോഗിക്കേണ്ടി വരില്ലെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. പക്ഷേ അവർ ജനങ്ങളെ കൊല്ലുന്നത് നിർത്തണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇറാനിൽ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭകർക്ക് നേരെ നടന്ന വെടിവെപ്പിൽ 5000-ലധികം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. അനൌദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം ഇത് 20,000-ആണ്. ഈ ക്രൂരത അവസാനിപ്പിക്കണമെന്നും അല്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതേസമയം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഏത് നീക്കത്തെയും പ്രതിരോധിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി. ഇറാൻ ഇപ്പോൾ അതീവ ജാഗ്രതയിലാണെന്നും US വിമാനവാഹിനി കപ്പലുകളുടെ വരവിനെ രാജ്യം ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ആക്രമണം പരിമിതമായ രീതിയിലുള്ളതാണോ അതോ ലക്ഷ്യമിട്ടിട്ടുള്ളതാണോ എന്ന് നോക്കില്ലെന്നും ഏത് തരത്തിലുള്ള സൈനിക നീക്കത്തിനും തങ്ങൾ കടുത്ത രീതിയിൽ തന്നെ തിരിച്ചടി നൽകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഖത്തർ എയർവേസ് ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ ഇറാന്റെ വ്യോമപാത ഒഴിവാക്കി സർവീസ് നടത്താൻ തീരുമാനിച്ചു. ട്രംപിന്റെ പെട്ടെന്നുള്ള സൈനിക നീക്കത്തിൽ യൂറോപ്യൻ സഖ്യകക്ഷികൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരു വലിയ യുദ്ധത്തിലേക്ക് മേഖല നീങ്ങുമോ എന്ന പേടിയിലാണ് ലോകരാജ്യങ്ങൾ.